ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് പരിഹാരം എന്നാ ചോദിച്ചത്? ഇവനും ഇവളും കൂടി ഇന്ന് ഒരു കല്യാണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ രണ്ടുപേരെയും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവരെ കൊല്ലണം, രണ്ടിനെയും കൊല്ലണം. അമ്മേ, എവിടെ പോന്നു? താലികെട്ടിന് മുൻപ് ഏട്ടത്തി അവിടുത്തെ ചെറിയമ്മയും ഞാൻ കണ്ടിരുന്നു. രാധകയെ ദ്രോഹിക്കാൻ പാടില്ലെന്ന് വ്യക്തമായി ഞാൻ താക്കീത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവര് വേണ്ടെന്ന് വെക്കത്തില്ല. രാധികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരടി കിട്ടിയാൽ തല കുനിക്കല്ല വേണ്ടത്, തിരിച്ചടിച്ചവന്റെ കണ്ണിൽ നോക്കണമെന്ന്, എന്നിട്ട് തിരിച്ചടിക്കണമെന്ന്. ഇത്രയും കാലം ചെറിയമ്മ അവൾക്ക് പകർന്നു കൊടുത്തത് സഹതാപം മാത്രം. കൊല്ലാൻ വരുന്നവരുടെ അത് പറ്റില്ല. പെണ്ണുങ്ങൾ മാറണമെന്നേ, അല്ലാതെ എങ്ങനാ? സാധാരണ പെൺകുട്ടികൾ വിവാഹം ചെയ്തയക്കുമ്പോ അവരവിടെ നല്ല രീതിയിൽ നിൽക്കുവോ, എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറോ എന്നൊക്കെയായിരുന്നു അമ്മയുടെ പേടി. രാധിക മോളുടെ കാര്യത്തില് ആ പേടിയില്ല. ഒരു കുഴപ്പമില്ലാതെ ഭഗവാൻ അവളെ കാത്തുരക്ഷിക്കട്ടെ. അവള് ഭഗവാന്റെ കുഞ്ഞാ. അമ്മ ഉപേക്ഷിച്ചിട്ടും ഭക്തിയുടെ തൊട്ടിൽ കിടന്ന കുഞ്ഞ്. എന്റെ കൃഷ്ണ. ദേവേട്ട, അമ്മ അതേ ഇരിപ്പ് തന്നെ ഇരിക്ക. കണ്ടിട്ട് എനിക്ക് പേടിയാവ. ആ വൈദ്യരിപ്പെങ്ങെത്തും. അയാള് ബാധ ഒഴിപ്പിക്കുന്ന ആള് കൂടിയാ. എനിക്കിതൊന്നും തീരെ താല്പര്യമില്ലാത്ത കാര്യ. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ അതൊന്നും തള്ളിക്കളയാനും പറ്റില്ലല്ലോ. നമസ്കാരം. എന്താ അവസ്ഥ? മകള് കുറച്ചു ദിവസം മുമ്പ് മരിക്കുകയുണ്ടായി. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അമ്മയാണ്. അവള് ജീവനോട് കണ്ടുന്നാ അമ്മ ഇപ്പൊ പറയുന്നേ. മറ്റാരും ഒന്നും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുമില്ല. ഇത്തരം ചില ഉന്മാദ അവസ്ഥകൾ ചിലർക്കുണ്ടാകാറുണ്ട്. എന്തായാലും ആളെ ഞാനൊന്ന് കാണട്ടെ. യശോദേ, അമ്മയെ വിളിക്കേ, അകത്തേക്കിരിക്കാം. ശരി. അമ്മേ, അമ്മേ ദേവേട്ടൻ വിളിക്കുന്നു. എന്തിനാ? ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്ക് വിശ്വാസമല്ലല്ലോ. എന്റെ മോള് ജീവിച്ചിരിക്കുന്നുണ്ട്. അവളെ ഞാൻ കണ്ടുപിടിച്ചോളാം. അവളെയും കൊണ്ട് ഞാൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാവും. അമ്മ എഴുന്നേറ്റ് വാ. എന്താടാ, എന്തിനാ എന്നെ വിളിച്ചത്? അമ്മ വാ, ഇവിടെ ഇരിക്കേ.
അമ്മയെ ചികിത്സിക്കാൻ വന്ന വൈദ്യരാണ്. എനിക്കെന്തിനാ ചികിത്സ? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം ചില തോന്നലുകളാ. ഇവിടെ തന്നോട് ആരാ പറഞ്ഞ എന്റെ തോന്നലാന്ന്? എന്റെ പേരക്കുട്ടി പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവളെ ജീവനോടെ കണ്ടതാ. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. എന്ത് പരിഹാരം? എന്ത് പരിഹാരം എന്നാ ചോദിച്ചത്? ഇവനും ഇവളും കൂടി ഇന്ന് ഒരു കല്യാണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ രണ്ടുപേരെയും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവരെ കൊല്ലണം, രണ്ടിനെ കൊല്ലണം. അമ്മേ, എവിടെ പോന്നു? നീ ചെല്ലു. എന്താ ഈ കാണിക്കുന്ന അമ്മ? അവിടെ നിൽക്ക്, ഓടരുത്. കൊല്ലണം. എവിടേക്കാ ഓടുന്നത്? അമ്മ പറയുന്നത് കേൾക്ക്. ഞാനങ്ങോട്ട് പോവാം. വെള്ളം വെക്കാതിരിക്കൂ. എന്നെ വിട്. അമ്മയെ പിടിച്ചോളൂ. വെള്ളം വെക്കാതെ. വിടാനോ പറഞ്ഞത്? എന്നെ വിട്. എന്നെ വിടാനോ പറഞ്ഞത്? അമ്മ പറയുന്നത് കേൾക്കമ്മ. എന്നെ വിടാനോ പറഞ്ഞത്? വിട്. അമ്മേ. എനിക്ക് അവരെ കൊല്ലണം. അമ്മ പറയുന്നത് കേക്ക്. അമ്മ ഇവിടെ നിൽക്ക്. അയ്യോ, വാ. അയ്യോ. വിടാൻ എന്റെ കയ്യിൽ നിന്ന്. അമ്മയെ പിടിച്ചോളൂ. വിട്. 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 എനിക്ക് അവരെ കൊല്ലണം. അമ്മ പറയുന്നത് കൊല്ലണം എനിക്ക് അവരെ. ഞാൻ എന്റെ പ്രിയങ്ക മോളെ കണ്ടതാ. എടാ, വിടടാ എന്നെ. കൊല്ലണം എനിക്ക് അവരെ. നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോന്നേ? അമ്മ ഇങ്ങനെ ബലം പിടിക്കാതെ അമ്മ. മര്യാദയ്ക്ക് വിടാനാ പറഞ്ഞേ. വിടാ. അമ്മ വിടാ. അയ്യോ, എന്നെ വിട്. അയ്യോ, മര്യാദയ്ക്ക് വിടാനാ പറഞ്ഞേ. കടുത്ത ഉന്മാദാവസ്ഥയാണിത്. നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോന്നേ? ധാരയും നസ്സയും അടക്കം സകല പ്രയോഗങ്ങളും വേണ്ടി വരും തിരുമേനി. ആർക്കാടാ ധാര കോരണ്ടേ? എന്റെ ദേഹത്തെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ സകലത്തിൽ ഞാൻ കൊന്നുകളെ. പിടിച്ചു കെട്ട്, വേറെ നിവൃത്തിയില്ല. കൊല്ലണം എനിക്ക് അവരെ. അവിടെ കെട്ട്. വിടടാ. എന്റെ കൈ, എന്റെ കൈ. അമ്മ എനിക്ക് കൊല്ലണം. എന്നെ വിട്. എന്നെ വിട്. എന്താ അമ്മേ? അമ്മ അടങ്ങിയിരിക്കേ. എനിക്ക് എന്റെ പ്രിയങ്ക മോളെ കാണണോടാ. കാണിക്കാം. എന്റെ പ്രിയങ്ക മോളെ കാണണോടാ. ശരി ശരി, അകത്തേക്ക് കൊണ്ടുവരൂ. അയ്യോ, എന്റെ കൈ. അമ്മ പറയുന്നത് കേൾക്കമ്മ. എന്റെ മോളെ കാണണം എനിക്ക്. അയ്യോ, എന്റെ കൈ വിട്. അയ്യോ, അയ്യോ, എന്നെ വിട്. പോണോ? എന്റെ കൈ എനിക്ക് വിട്. എന്റെ കൈ ആരാ കെട്ടിയേ? ആ പാവൻ രാധിക കൊച്ചിനെ കൊല്ലാൻ വരെ നോക്കി. അതിന് ദൈവം കൊടുത്ത ശിക്ഷയാ.